2020 ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് മുംബൈയിൽ വൈകാരിക വരവേൽപ്പ്. നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി വിക്ടറി പരേഡ്. ടീമിന് അഭിവാദ്യം അർപ്പിക്കാൻ കനത്ത മഴയെ അവഗണിച്ച് ആരാധകർ മുംബൈയുടെ തെരുവീതിയിലേക്ക് ഒഴുകിയെത്തി. വാങ്കഡെ സ്റ്റേഡിയത്തിൽ രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും BCCIയുടെ ആദരം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനിൽ, ഈ വിക്ടറി പരേഡ് ഇനിയും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ സമയം വേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് അത്രയും വൈകുന്നതെന്ന് നമുക്കറിയാം. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് മുംബൈയുടെ തെരുവീതിയിൽ ഇന്ന് ഈ വൈകുന്നേരം അണിനിരന്നിരിക്കുന്നത്. അവർക്കിടയിലൂടെ വേണം ഈ താരങ്ങൾക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്താൻ. അവരുടെയൊക്കെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി വേണം യാത്ര. അപ്പോൾ സ്വാഭാവികമായും വൈകും. എന്താണ് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ വളരെ വൈകിയാണ് ഈ വിക്ടറി പരേഡ് തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം 5 മണിക്ക് ഈ വിക്ടറി പരേഡ് തുടങ്ങുമെന്നായിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറം സമയം പോയി. ഏതാണ്ട് ഒരു 2.5 മണിക്കൂറിലധികം സമയം കഴിഞ്ഞ ശേഷമാണ്, 7:30-ക്ക് ശേഷമാണ് ഈ വിക്ടറി പരേഡ് തുടങ്ങാൻ തന്നെ സാധിച്ചത്. ഇപ്പോൾ വിക്ടറി പരേഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടീം നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക്, ചരിത്രമുറങ്ങുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് ടീം പോവുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, താരങ്ങൾ വലിയ ആഹ്ലാദത്തിലാണ്, ആഘോഷത്തിലാണ്. ഒപ്പം തന്നെ അതിനൊപ്പം അണിനിരന്ന നമ്മുടെ ആരാധകരെയും കാണാൻ സാധിക്കും. മണിക്കൂറുകളായി അവർ കാത്തു നിൽക്കുകയാണ് ആയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ മറൈൻ ഡ്രൈവിലും മുംബൈയുടെ പല മേഖലകളിലുമായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, മുംബൈയിലെയോ മഹാരാഷ്ട്രയിലെയോ ആളുകൾ മാത്രമല്ല പല മേഖലകളിൽ നിന്ന് ട്രെയിനിലും മറ്റു മാർഗങ്ങളിലൊക്കെ തന്നെ വന്ന് തങ്ങളുടെ പ്രിയ താരങ്ങളെ, രാജ്യത്തിൻ്റെ വീരന്മാരെ കാണാനെത്തിയ അവരെ കാണാനുള്ള ഒരു തിരക്കായിരുന്നു. അങ്ങനെ വന്ന് കാത്തുനിന്നിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ ആ സ്നേഹാദരങ്ങളിലേക്ക് നമ്മുടെ ടീമും ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. ഇന്ന് പുലർച്ചെയാണ് ടീം ഇന്ത്യ ദില്ലിയിൽ വിമാനമിറങ്ങിയത്. നേരത്തെ 1-ാം തീയതി എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബാർബഡോസിൽ ആഞ്ഞടിച്ച ബെറിൽ ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ യാത്ര അല്പം ദിവസങ്ങളിലേക്കെങ്കിലും മുടക്കി. 3 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്ത് തിരിച്ചെത്താൻ സാധിച്ചത്. ഇന്ന് രാവിലെ 6 മണിക്ക് ഡൽഹി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത് മുതൽ വലിയ സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് ഇന്ത്യൻ ടീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർകാലത്ത് ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്തതിന് അപ്പുറത്ത് ആളുകൾ അവിടെ എത്തി. ഒപ്പം തന്നെ മൗര്യ ഹോട്ടലിലെയും ഒക്കെ തന്നെ ധാരാളം ആരാധകർ കാത്തു നിൽക്കുന്നു കണ്ടു. അതിനുശേഷമാണ് ഇന്ത്യൻ ടീം പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം ഒരു പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിനുശേഷമൊക്കെ തന്നെയാണ് മുംബൈയിലേക്ക് ടീം തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു ടീം മുംബൈയിലെത്തിയ ശേഷം 5 മണിക്ക് വിക്ടറി പരേഡ് തുടങ്ങുമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ വൈകിയ ശേഷമാണ് പരേഡ് തുടങ്ങാനായത്. ഇപ്പോൾ പരേഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയ താരങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബുംറ, ഹാർദിക് പാണ്ഡ്യ മുൻനിരയിൽ തന്നെ. യശസ്വി ജയ്സ്വാൾ ലോകകപ്പിൽ ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ടീമിൻ്റെ ഭാഗമായിരുന്നു യശസ്വി ജയ്സ്വാൾ. ആ ആഹ്ലാദത്തിൽ ഒരുപക്ഷെ ഒരു യുവതാരം എന്ന തരത്തിൽ ജയ്സ്വാളിൻ്റെ സന്തോഷം നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ അക്സർ പട്ടേൽ, അദ്ദേഹമാണ് കിരീടം ഉയർത്തുന്നത് കാണുന്നത്. ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം അല്പസമയം മുമ്പാണ് നമ്മൾ കണ്ടത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന ആരാധകർക്ക് മുന്നിലേക്ക് ആ ട്രോഫി എടുത്തുയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിനേക്കാൾ മനോഹരമായ ഒരു ദൃശ്യം സമീപകാലത്ത് ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ സഹതാരങ്ങളായി 15 വർഷത്തിലധികമായി ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നവരാണ് ഇന്ത്യൻ ടീമിൻ്റെ പല ഫോർമാറ്റുകളിൽ. പക്ഷേ ഇരുവർക്കുമിടയിൽ ധാരാളം വൈര്യമുണ്ടെന്നും അല്ലെങ്കിൽ ഒത്തുപോകുന്നില്ലെന്ന തരത്തിലും ഒക്കെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ രാജ്യമെന്ന കാര്യം വന്നപ്പോൾ, ടീം എന്ന കാര്യം വന്നപ്പോൾ ഇരുവരും ഒറ്റ മനസ്സോടെ ടീമിനായി പൊരുതുന്ന കാഴ്ച കണ്ടു. രോഹിത് വീഴുമ്പോഴും കോഹ്ലി പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടു. കോഹ്ലി വീണപ്പോഴും രോഹിത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. ഒരുപക്ഷെ പരസ്പരം പിന്തുണയ്ക്കുന്നതിൽ ഈ താരങ്ങൾ പരസ്പരം കാഴ്ചവെച്ച ആ ഒരു സാഹോദര്യം ആണ് ഒരുപക്ഷെ ഏറ്റവും ഈ ഇന്ത്യൻ ലോകകപ്പ് വിജയത്തിൽ മധുരകരമായ ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ 2 താരങ്ങൾ ചേർന്ന ലോകകപ്പ് ട്രോഫി എടുത്തുയർത്തുന്ന കാഴ്ച അത്രമേൽ മനോഹരമായിരുന്നു. എന്തായാലും മുംബൈയിൽ ഒരു ഘട്ടത്തിൽ ആരാധകർ മുംബൈ ഇന്ത്യൻസിനായി കളിക്കുമ്പോൾ കുക്കി വിളിച്ച ഹാർദിക് പാണ്ഡ്യയെ ഇപ്പോൾ ആഹ്ലാദത്തോടെ വരവേൽക്കുന്ന മുംബൈക്കാരെയും മുംബൈയിലെ ആരാധകരെയും കാണുന്ന കാഴ്ച. രാത്രി വളരെ വൈകിയിരിക്കുന്നു, മഴ പെയ്യുന്നുണ്ട്, കാലാവസ്ഥ ഒട്ടും തന്നെ മോശമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആരാധകർ അതൊന്നും വകവയ്ക്കാതെ ടീമിനുള്ള സ്നേഹാദരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ടീമും അതിൽ അലിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇനിയും എത്ര നിമിഷം കൂടി, അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ കൂടി ഈ വിക്ടറി
പരേഡ് തുടരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. എന്തായാലും ടീം വാങ്കഡയിലേക്ക് പോകും. അവിടെ ചുരുങ്ങിയ സമയം കൊണ്ടൊരു ചടങ്ങുണ്ടാകും. ആ ചടങ്ങിൽ വെച്ചാണ് ഇന്ത്യൻ ടീമിന് പ്രഖ്യാപിച്ച 125 കോടി രൂപ പാരിതോഷികം BCCI നൽകുക. എന്തായാലും ആ ചടങ്ങ് കൂടി പൂർത്തിയാകുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിന് അല്ലെങ്കിൽ വരവേൽപ്പിന് ഔദ്യോഗികമായി സമാപനമാവും. എന്നിരുന്നാൽ പോലും ഇന്ത്യയുടെ ആരാധകരുടെ ആഘോഷങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. വിജയകുമാർ. യെസ്, പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ വൈകിയാണ് വിക്ടറി പരേഡ് നീങ്ങുന്നത്. നേരത്തെ മുംബൈ പോലീസ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, കൂടുതൽ ആളുകൾ ഇനി മറൈൻ ഡ്രൈവിലേക്ക് എത്തരുത്, കാരണം അവിടെ ആളുകൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ അതീവ സുരക്ഷ പോലീസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്കിടയിലൂടെ വളരെ സാവധാനമാണ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ആ വലിയ ബസ് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്താൻ ഇനിയും കൂടുതൽ സമയമെടുക്കും എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ വിലയിരുത്തുന്നത്. അനിൽ, ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. രോഹിത് ശർമ്മയുടെ ഹോം ഗ്രൗണ്ടിലേക്കാണ് യാത്ര. രോഹിത്തിനെ സംബന്ധിച്ച് 2020 ഫോമാറ്റിൽ നിന്ന് വിരമിക്കുകയാണ്, കോഹ്ലി വിരമിക്കുകയാണ്. ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു തലമുറ 2020 എന്ന ഫോമാറ്റിൽ നിന്ന് മാറുന്നു എന്നത്, ജഡേജ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തലമുറ മാറുകയാണ്, പുതിയൊരു തലമുറ. 2020 ഒരു തലമുറ മാറ്റം സംഭവിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ. അതിനൊക്കെ സാക്ഷിയാവുകയാണ് വാങ്കഡെ സ്റ്റേഡിയം. അപ്പോൾ ഒരു കപ്പ് ഉയർത്തി ഒരു വിടവാങ്ങൽ എന്നത് വളരെ വൈകാരികമാണ് രോഹിത് ശർമ്മയും കോഹ്ലിയും ഒക്കെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ എക്കാലത്തെയും ജനപ്രിയ താരങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖമായിരുന്നു അവരൊക്കെ. അവരൊരു കപ്പെടുത്ത് വിടവാങ്ങുന്നു എന്നത് പ്രത്യേകതയാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിനകത്ത് ആ റോഡ് ഷോ എത്തുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു. അപ്പോൾ ഈ നിമിഷം, അതായത് അനിൽ, നമുക്കതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഈ താരങ്ങളുടെ വിടവാങ്ങൽ എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ടല്ലോ. ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരു യുഗാന്ത്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു യുഗാന്ത്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോകകപ്പ് വിജയത്തിൻ്റെ സന്തോഷത്തിലും ഇടയിലും ആരാധകർക്ക് ചെറിയ തരത്തിലെങ്കിലും സങ്കടമുണ്ടായത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജയും 2020 ക്രിക്കറ്റിൽ ഇനി കളിക്കില്ല എന്നുള്ള അവരുടെ പ്രഖ്യാപനമായിരുന്നു. അത് വലിയ രീതിയിൽ ആരാധകർക്ക് സങ്കടമുണ്ടാക്കുന്നതായിരുന്നു. ഒരുപക്ഷെ ഇരു താരങ്ങളും IPL-ലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിനൊപ്പവും 2020 ഫോർമാറ്റിലും കളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകരുണ്ടായിരുന്നത്. പക്ഷേ അവർക്കൊരു മനോഹരമായ കരിയർ എൻഡിങ് തന്നെയാണ് ഈ 2020 ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് 37 വയസ്സായി, 2 വയസ്സ് പുറകിലായി, 1 വയസ്സ് പുറകിലായി വിരാട് കോഹ്ലിയുമുണ്ട്. ഇരുവരും പുതുതലമുറയിലെ താരങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവരുടെ അവസാന മത്സരം ഒരുപക്ഷെ കിരീടത്തോടെ എന്നുള്ളത് വളരെ മധുരകരമായ ഒരു കാര്യമാണ്. കാരണം ഇരുവരും ഒരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ധാരാളം നാളുകളായി. 2007 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടുമ്പോൾ അതിൽ രോഹിത് ശർമ്മയുണ്ടായിരുന്നു, ആ ടീമിൽ രോഹിത് ശർമ്മയുണ്ടായിരുന്നു. 2011 ഏകദിന ലോകകപ്പ് വിജയത്തിൽ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. പക്ഷേ ആ രണ്ട് ഘട്ടത്തിലും ടീമിലെ ബേബീസ്, അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു ടീമിനെ എടുത്തുയർത്തി അവർ സ്വന്തമായി ടീമിനെ മുന്നോട്ട് നയിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ടീമിനൊരു കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ അവസാന മത്സരത്തിൽ, 2020 അവസാന മത്സരത്തിൽ അവരങ്ങനെ അത് സാധിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. എന്തായാലും രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വൈകാരികമായ ഒരു നിമിഷമാണ്. കാരണം കളിക്കാരനെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ലോക കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. 2007 അദ്ദേഹത്തിന് കീഴിലാണ് ടീം ഇന്ത്യ ലോകകപ്പ് കളിക്കാൻ ഇറങ്ങിയത്. അതിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. അതിന് തൊട്ട് മുന്നേയുള്ള ലോകകപ്പിൽ 2003 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലെത്തി കീഴടങ്ങി. അങ്ങനെ വലിയ രീതിയിൽ രാഹുൽ ദ്രാവിഡിനും നിരാശയുടേതായിരുന്നു കളിക്കാരൻ എന്നതിൽ. തൊട്ടു പിന്നാലെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തപ്പോഴും പലകുറി ഫൈനലിൽ ഇന്ത്യ തോറ്റുമുടങ്ങുന്ന കാഴ്ച കണ്ടു. അങ്ങനെ രോഹിത്, ദ്രാവിഡ്, വിരാട് കോഹ്ലി, ഒപ്പം തന്നെ ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ രവീന്ദ്ര ജഡേജ, ഇവർക്കെല്ലാവർക്കും ഒരു സ്വപ്ന സാഫല്യം എന്ന് തന്നെ കൂടി ഈ ഒരു മൊമെന്റിനെ വിശേഷിപ്പിക്കാം. ഈ താരങ്ങൾക്ക് അർഹിച്ച ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനും ഇന്ത്യൻ ക്രിക്കറ്റിനായി, ഇന്ത്യൻ താരങ്ങൾക്കായി അങ്ങനെ ടീം വാങ്കഡയിൽ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് വിക്ടറി പരേഡിന് പരിസമാപ്തിയായിരിക്കുന്നു. ഇനി താരങ്ങൾ നേരെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിലേക്കാണ്. അവിടെ വെച്ചായിരിക്കും പാരിതോഷികം ടീമിന് സമ്മാനിക്കുക. വിജയകുമാർ. ശരി അനിൽ, എന്തായാലും വളരെ സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന കാഴ്ചയാണ് മുംബൈയിൽ നിന്ന് വരുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കിലോമീറ്ററുകൾ ദൂരം, നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ റോഡിന് ഇരുവശവും ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അവർക്കിടയിലൂടെയാണ് താരങ്ങൾ ലോകകപ്പുമായി ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇനി ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകുന്നത്.